ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ കമൻറ്റുകളെല്ലാം ഞാൻ വായിച്ച് ജോലിയുടെ കാര്യമല്ലേ, എനിക്ക് പേടിയൊന്നുമില്ല കേട്ടാ. കാരണം 2 വർഷം കൊണ്ട് ഞാൻ അവിടെ പാലെടുക്കുന്നതാണ്. പിന്നെ ഇതിനെയൊക്കെ കണ്ടിട്ടുണ്ട്. എന്താണ് മയിൽ ഇന്നും വന്നിട്ടുണ്ടായിരുന്നു. മയിൽ, മറ്റേ പന്നി ശല്യം അതൊക്കെ ഉണ്ട്. പക്ഷേ പാമ്പിനെ കണ്ടിട്ടില്ല. കാരണം ഈ പൊക്കം കാടാണ്, അതിൽ കൂടെ ചവിട്ടിയിട്ടാണ് പോണത്. എന്നിട്ട് പോലും അള്ളാഹു ഇനി എൻ്റെ കണ്ണു മുമ്പ് കാണിച്ച് തരല്ലേ എന്നാണ്. കാരണം വെച്ചാൽ എനിക്ക് പേടിയാണ്. പാമ്പിനെ പേടിയില്ലാത്തവരാരും ഇല്ലല്ലോ. ചവിട്ടെങ്ങാനും ചെയ്താലേ ഉള്ളൂ പ്രശ്നം. പിന്നെ ഇത് നമ്മൾ നടന്നു വരുന്ന കാണുമ്പോൾ ഇതിനൊരു ഇത് കിട്ടുമെന്നാണ്. അത് മാറും. ഒരു മനുഷ്യൻ്റെ ഒരു ചവിട്ടി വരുമ്പോൾ ഒരു സാമീപ്യം ഉണ്ടാവുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി രക്ഷപ്പെടാൻ നോക്കും. അതിനങ്ങനെ ഒരു കഴിവ് റബ്ബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജോലി കഴിഞ്ഞിട്ട് എത്ര മണിക്കാണ് വരണേന്ന് ചോദിച്ചു. 1 മണിയൊക്കെ ആവും. നടന്ന് എത്തുമ്പോൾ 1 മണിയാവും. പിന്നെ സ്കൂളിൽ പോകുന്ന സമയങ്ങളിൽ മക്കളെ 2 പേര് സ്കൂളിൽ പോകുമ്പോൾ കുഞ്ഞോനെ ഞാൻ കൊണ്ടുപോകും. പിന്നെ ഇൻഷാ അല്ലാ അങ്ങ് ചെന്നാൽ വീടായാൽ ഞാൻ ഉറപ്പായും കുഞ്ഞിനെ അങ്കമടിയില അങ്ങനെ എന്തെങ്കിലും ആക്കും. അല്ലെങ്കിൽ എൻ്റെ വാപ്പയുണ്ട്. പിന്നെ ഉമ്മയൊക്കെ വേറെ വീടിലാണ് താമസിക്കുന്നത്. ഞാനിത് വാടക വീടാണ്. അങ്ങനെ ഈ വാടകയെന്ന് ഒഴിയാൻ വേണ്ടിയാണ് വീടിൻ്റെ സഹായത്തിന് പോസ്റ്റ് ഇട്ടത്. എത്രയും പെട്ടെന്ന് ഈ വീടായെങ്കിൽ പടച്ചോനെന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മുന്നത്തെ യൂട്യൂബ് ചാനൽ ഒരു തമാശ രൂപത്തിൽ തുടങ്ങിയതാണ്. അതൊന്നും നിങ്ങൾ നോക്കേണ്ട. ഇപ്പോഴും ഞാൻ എങ്ങനെയാണ് എന്നുള്ള വീഡിയോ മാത്രം നോക്കിയാൽ മതി. കാരണം അന്നൊരു സമയത്ത് വേറൊരു മൈൻഡായിരുന്നു. പക്ഷേ ഇന്ന് വേറെ മൈൻഡാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഒരുപാട് നമ്മളൊരു പരീക്ഷണം, ഒരു സാഹചര്യമൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്കൊരു ചിന്ത, ഒരു ഇതും മാനസിക പ്രയാസമൊക്കെ വരുമ്പോൾ നമ്മളെ തന്നെ മറക്കും. ഇപ്പം ഒരു മുമ്പെന്തും ജീവിക്കണം, എങ്ങനെയൊക്കെയാണ് ജീവിക്കണത്, അത് അന്ന് ഒരുമാതിരത്തൊരു മൈൻഡ് ഔട്ടായിരുന്നു. പക്ഷേ ഇപ്പം ജീവിക്കണം എന്ന് തോന്നും. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞു മക്കൾ കിടക്കണം. നമ്മൾ ഉമ്മമാർ എത്ര ഇനി എങ്ങനെയൊക്കെ ആയാലും മക്കൾക്ക് ഉമ്മമാർ ഉമ്മ തന്നെയാണ്. ഞാനിപ്പോൾ കടയിലായാലും എവിടെ പോയാലും ചില സമയങ്ങളിൽ മക്കളെ കൊണ്ടുപോകും, ചില സമയങ്ങളിൽ മക്കളെ കൊണ്ടുപോകില്ല. എനിക്ക് തോന്നും ഇവർ അടി കൂടും, ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചാൽ അപ്പോഴേ ഞാൻ ഇവരെന്ത് പ്രശ്നം വന്നാലും ഇവരെ ഞാൻ കൊണ്ടുപോയിരിക്കും. പിന്നെന്താണ്, എൻ്റെ സാഹചര്യത്തിനൊത്ത് നിൽക്കുന്ന മക്കളാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ, അതിലൊക്കെ അൽഹംദുലില്ലാ പറയും. പിന്നെ ഞാൻ മക്കളെ നിന്ന് വിളിച്ചാൽ മതി, ഓടി വരും. 2 പേര്, മോളും വരും. കാരണം മോളത്തിൽ കൂടെ വലുതല്ലേ, മറ്റേ 2 ചെറുതല്ലേ. പിന്നെ മക്കളെ പേരെല്ലാവരും ചോദിച്ച്. അതാണ് മസ്റൂറ ഫാത്തിമ, എല്ലാവരെയും അറിയാമല്ലോ. മുഹമ്മദ് മുഷ്താഖും മുഹമ്മദ് മിഫ്സലും എല്ലാവരും എമ്മുകാർ തന്നെയാണ്. പിന്നെ ഇങ്ങനെയൊക്കെ പോണ്. ചോറ് വെപ്പൊന്നും നടക്കില്ല. കാരണം പണിക്ക് പോകണതിൻ്റെ അന്നൊക്കെ മിക്കുള്ളപ്പോഴും കാപ്പിയാണ്. രാവിലെ എല്ലാം കൂടെ വെച്ചിട്ട് നിൽക്കുമ്പോൾ സമയം കിട്ടൂല. തിരിച്ച് നിന്നല്ലെങ്കിൽ 1 മണിയാവും, പാൽ ഉറഞ്ഞു പോകും വെയിലടിച്ചേ. പിന്നെ നിങ്ങൾ കുറേ പേര് പറഞ്ഞു അങ്ങോട്ട് നാട്ടിലൊന്നും റബ്ബറില്ല എന്ന്. നമുക്കിപ്പോൾ ഒരുപാട് റബ്ബറുകൾ ഇവിടെ മുറിച്ച്. പിന്നെ മീൻകറി വെച്ച് ഇനിയിപ്പം പുട്ട എന്തെങ്കിലും ഉണ്ടാക്കണം. പിന്നെ എല്ലാവരും ചോദിച്ച് വീട് എവിടെയാണ്? പള്ളിക്കലാണ്. പിന്നെ ഞാൻ ഗൂഗിൾ പേ നമ്പർ കൊടുത്തത്, സഹായിക്കാൻ പറ്റുവാണെങ്കിൽ സഹായിക്കാനും വിളിക്കാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ശമ്പളം കിട്ടട്ടെ ഇൻഷാ അല്ലാഹ് സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരെടുത്ത് നമുക്ക് നിർബന്ധിച്ച് പറയാൻ പറ്റില്ലല്ലോ. ഓരോരുത്തരുടെ മനസ്സിൽ തോന്നണം സഹായിക്കണം. ചിലവരുണ്ട് നിൻ്റെ വീഡിയോ കണ്ടാൽ നിന്നെ സഹായിക്കാൻ. ഞാൻ എന്താണ് ചെയ്യുന്നത്, എൻ്റെ എല്ലാം നിങ്ങൾക്കറിയാം ഇപ്പോൾ തന്നെ, എൻ്റെ എല്ലാ കാര്യങ്ങളും. പിന്നെ എല്ലാവരും പറഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യോ, അതിന് സമയം കിട്ടൂല. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം വലിയ എഡിറ്റിംഗ് എനിക്കറിയില്ല. ഓൺ ദ സ്പോട്ട് ഇടുന്ന വീഡിയോ ഒരു എഡിറ്റിംഗ് ഇല്ലാതെ തംബ്നെയിൽ കൊടുത്തിട്ടാണ് ഇടുന്നത്. പിന്നെ ഒരാളെന്ന് പറഞ്ഞ് പാട്ട് പാടല്ലേ, എന്നില്ല പാടൂല. ഒരാൾ പറഞ്ഞ് ഖുർആൻ ഇടണേ. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഖുർആൻ ഓതി ഇടാം. പിന്നെ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ അങ്ങനെ ഓതി അങ്ങ് പോകണമല്ലോ, തജ്വീദ് അനുസരിച്ച് ഓതണം. പിന്നെന്താണ്, നല്ല ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പം തന്നെ നടന്ന് വെയിൽ, അതാ ഇപ്പോൾ കുറേ നേരമായി കുളിച്ചപ്പോഴാണ് ആശ്വാസം കിട്ടിയത്. തലവേദന, വെയിൽ, നല്ല വെയിൽ ഇപ്പോൾ 2 ദിവസം ഉണ്ട്. ഇന്നലെ മഴയുണ്ടായിരുന്നു. വെയിൽ അടിക്കുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയിൽ വിയർക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഇല്ലേ
വീട്ടിൽ വന്നാലല്ലേ എല്ലാം ഭക്ഷണം കഴിക്കാനോ എന്തിനെങ്കിലുമൊക്കെ പറ്റുള്ളൂ. രാവിലെ 8:30-ക്ക് ഇത്തിരി എന്തെങ്കിലും കഴിച്ചിട്ട് ഓവർ ഫുഡും കഴിക്കാൻ പറ്റില്ല. കഴിച്ചാൽ പിന്നെ ജോലി മുന്നോട്ട് നീങ്ങൂല. പിന്നെന്തൊക്കെയാ, മക്കൾക്ക് സ്കൂൾ തുറക്കാറായി. അങ്ങനെയൊക്കെ ഇരിക്കുന്ന വീട് പണി എങ്ങനെയെങ്കിലും പടച്ചോനെ പൂർത്തിയായെങ്കിലെന്നും പറഞ്ഞിട്ടിരിക്കണം. ഉള്ള പണി അകം എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി അങ്ങ് താമസമാവണേന്നാണ് ദുആ. പിന്നെ ആരും ദയവ് ചെയ്ത് പിരാവാൻ വേണ്ടിയൊന്നും ഞാൻ ആർക്കും ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് ആരും ജോലിയൊന്നും ഒപ്പിച്ച് തരണ്ട. കാരണം ഇവർക്ക് ഉമ്മാരെ സാമീപ്യം വേണം, കൊച്ചു മക്കളാണ്. അതുകൊണ്ട് ഇവരെ ഞാൻ ആർക്കും കൊടുക്കൂല. ഞാൻ എവിടെ പോയാലും എൻ്റെ കണ്ണു മുമ്പിൽ നിന്ന് വളരണം എന്നാണ്. ഇനി നാളത്തെ കാര്യം റബ്ബിൻ്റെ തീരുമാനമാണ്. ഇൻഷാ അല്ലാഹ് മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ കമൻറ്റിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കണം. ഡേ ഇൻ മൈ ലൈഫ് ഇപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എഡിറ്റിങ്ങും കാര്യമൊക്കെ അതെന്താണെന്ന് പഴയ വീഡിയോസ് അല്ലെങ്കിൽ അറിയാവുന്ന ആരുടെടുത്തെങ്കിലും ചോദിക്കണം. പിന്നെ ഇതിൽ നിന്നുള്ള ഒരു വരുമാനം, ഇതും ഒരു കഷ്ടപ്പെട്ടൊരു പണിയാണ് യൂട്യൂബും. കാരണം 5 വീഡിയോ ഇടുമ്പോൾ ഒരെണ്ണം ക്ലിക്ക് ആവണത്. വലിയ എഡിറ്റിങ്ങും കാര്യവും ആരെയും ഹെൽപ്പൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം മൊബൈൽ പിടിക്കാനും ആരുമില്ല. മറ്റേ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. പിന്നെ ചിലർ പറയും പാട്ട് പാടാൻ, ചിലർ പറയും പാട്ട് പാടണ്ട, ചിലർ പറയും ഖുർആൻ ഓതാൻ. അപ്പം നിങ്ങൾക്ക് ഞാൻ ചിലപ്പോഴൊക്കെ പാട്ട് പാടും, അത് കേൾക്കാൻ ഇഷ്ടമുള്ളവർ കേൾക്കുക. ചിലപ്പോൾ ഞാൻ പാട്ട് പാടില്ല. പിന്നെ ഇവിടം വരെയൊക്കെ എത്തി, അൽഹംദുലില്ലാഹ്. പിന്നെ വാടക ഒരു മാസം ലാസ്റ്റ് എൻഡിങ്, അടുത്ത മാസം ആദ്യമൊക്കെ വരുമ്പോൾ ഭയങ്കര ടെൻഷനും പ്രയാസവും എല്ലാം കൂടെ എങ്ങനെ പോകും. അതിൻ്റെ ഇടയിൽ മക്കൾക്ക് വയ്യാണ്ടൊക്കെ ആയ ആകെ പെട്ടുപോകും. പിന്നെ എൻ്റെ വീഡിയോസിൽ വരുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളെല്ലാം കാണണേ. അതിൽ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ. ഇതിൽ നിന്നൊരു വരുമാനം കിട്ടുമെന്നുള്ള, എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന അങ്ങനെയാണ്. ആർക്കെങ്കിലും തമാശയ്ക്കൊക്കെയാണ് തുടങ്ങുന്നതെങ്കിൽ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാം. കാരണം യൂട്യൂബ് ചാനലാകുമ്പോൾ ആർക്ക് മെസ്സേജൊന്നും എടുത്ത് അയക്കാൻ പറ്റില്ല. കമൻറ്റ് വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ഓഫ് ചെയ്തിടാം. അതൊക്കെ നമ്മുടെ കയ്യിലാണ് നിയന്ത്രണം. പിന്നെന്താണ്, നിങ്ങൾ പിന്നെ കമൻറ്റ് നല്ല കമൻറ്റ് അയക്കാവോളെ. എന്തെങ്കിലും ബാഡായിട്ട് അയക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഞാൻ ആർക്കൊരു ദ്രോഹത്തിന് വരുന്നില്ല. ആരെ അന്നും ദ്രോഹത്തിന് വിളിച്ചിട്ടില്ല, ഇന്നും വിളിച്ചിട്ടില്ല, ഇനിയോട്ട് വിളിക്കുകയില്ല. എൻ്റെ വിധിയാണ് ഓർത്ത് സമാധാനിച്ച് ഞാൻ മക്കളെ വളർത്തുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ എല്ലാവരും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. ശരി മക്കളെ എന്ന് വിളിക്കുന്നത് ചിലർക്ക് ഇഷ്ടമല്ല, ചിലർക്ക് ഇഷ്ടമാണ്. ശരി എന്നാൽ അസ്സലാമു അലൈക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.